ഈ കാണുന്നതാണ് വളപ്പ് ബീച്ച്. എറണാകുളം ജില്ലയിലുള്ള അതിസുന്ദരമായ ഒരു ബീച്ചാണ് വളപ്പ് ബീച്ച്. വളപ്പ് ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചപ്പ് നിറഞ്ഞ ഒരു കടലോരമാണ് വളപ്പ് ബീച്ചിൻ്റെത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ബീച്ച് നിൽക്കുമ്പോൾ കടലിന്റെ നടുവിലെ ഒരു വനത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക്. വളപ്പ് ബീച്ചിലാണ് ഞാൻ പോയിട്ടുള്ള ബീച്ചുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കപ്പിൾസിനെ ഓരോ മരങ്ങളുടെ ചുവട്ടിലും കണ്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ കടലിന്റെ ഭംഗി ആസ്വദിച്ച് സായാഹ്നം ചെലവഴിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. കൂടുതലും കപ്പിൾസിനെയാണ് നമ്മളിവിടെ കണ്ടത്. അവധി ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്ക്. നമ്മൾ നട്ടുച്ച സമയത്തായത് കൊണ്ട് തിരക്ക് കുറവായിരുന്നു. ഈ കാറ്റാടി മരങ്ങൾ നിൽക്കുന്നത് ഈ ബീച്ചുകളുടെ ഭംഗി കൂടുതൽ മനോഹരങ്ങളാക്കുന്നു. ബീച്ചിലെ മണലിൽ കൂടി നടക്കുമ്പോഴും ഈ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴുള്ള അനുഭവങ്ങളും നമുക്ക് ഒരുപാടുണ്ട്. ബീച്ചിലേക്ക് കയറുന്ന റോഡിന് കുറെ ഒരു തടാകമുണ്ട്. കടലും തടാകവും കാറ്റാടി മരങ്ങളും ഒക്കെ കൊണ്ട് ഈ വളപ്പ് ബീച്ചിലേക്ക് വീണ്ടും വീണ്ടും വരുവാൻ നമ്മളെ ആകർഷിക്കുന്നവയാണ്. ബീച്ചിൽ ചുട്ടുകൊള്ളുന്ന വെയിലായിരിക്കാം, പക്ഷെ കാറ്റ് പിടിക്കുന്ന ഈ കാറ്റാടി മരങ്ങൾക്കിടയിൽ തണുത്ത കാറ്റ് വീശി തണലും നൽകി അത് നമുക്ക് വളരെ ആശ്വാസം നൽകുന്നു. ഈ വളപ്പ് ബീച്ചിന്റെ ഭംഗി വളപ്പ് ബീച്ചിന്റെ തീരത്തെ പച്ചപ്പിനാണ്. മണൽത്തിട്ട കഴിഞ്ഞ് കടൽ താഴെ ആയതുകൊണ്ട് കടലും തീരവും ഒരു ലെവലിലല്ല. അതുകൊണ്ട് കടലിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ച് വേണം. ആറാട്ടുവഴി ബീച്ച്, ഇളങ്കുന്നമ്പുഴ ബീച്ച്, ചാപ്പ ബീച്ച്, പുതുവൈപ്പ് ബീച്ച്. ചാപ്പ ബീച്ചിൽ പോയിട്ടാണ് നമ്മൾ നേരെ ഈ വളപ്പ് ബീച്ചിൽ വന്നത്. അതെ, എല്ലാം ഒരുപോലെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. കടലെല്ലാം ആ ഒരു സംഭവം തന്നെ. ഈ എന്താ പറയുക, പൈൻ മരം അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കയറി വരുന്ന ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലും വെള്ളം, നടുക്കേക്കടെ നമ്മൾ വരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ. അപ്പം ഞാറയ്ക്കൽ തൊട്ട് നമ്മൾ എന്താ പറയുക 4 ബീച്ച് നമ്മൾ കണ്ടിട്ടോ. അപ്പം 4 ബീച്ചുകൾ ഇതൊക്കെയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ചതുപ്പാണ് കേട്ടോ. മൊത്തം മാലിന്യമല്ലേ, ഫുള്ള് മാലിന്യമാണ്. അതെ അതെ അതെ, ഫുഡിന്റെ വേസ്റ്റ്, പാത്രങ്ങളുടെ അങ്ങനെയുള്ള ഫുള്ള് വേസ്റ്റാ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്ത് നമുക്ക് പ്രകൃതി തരുന്ന ഓരോ 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 ഗിഫ്റ്റുകളാണ്. ഈ വനങ്ങളും ഇതുപോലെ ഈ കടൽ, ബീച്ച്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കണം കേട്ടോ. എന്തൊരിതാണ്. അതുപോലെ ഇതൊക്കെ എന്ത് പൊന്നു സൂക്ഷിക്കുന്നവരെ സൂക്ഷിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പം ഇനി ഒരു ബീച്ച്, ഇനി കുളപ്പള്ളി ബീച്ചും. അപ്പൊ ഇനി ഒരു ബീച്ചും കൂടെ ഉണ്ട്, കുഴുപ്പള്ളി ബീച്ച്. ആ ബീച്ചിലേക്ക് നമുക്ക് പോകണം. ഇനി അടുത്ത് നമ്മൾ ആ ബീച്ചിലേക്കാണ് കേട്ടോ പോണത്. ഇപ്പൊ 1:30-2 മണിയൊക്കെ ആയി. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം കുഴുപ്പള്ളി ബീച്ചിലേക്ക് പോകാൻ. അപ്പോൾ അടിപൊളി ഒരു ബീച്ചാണ് ഈ വളപ്പ് ബീച്ച്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുന്ന നമ്മൾ ഓരോരുത്തരും ഈ ബീച്ചിനെ ഈ ബീച്ചെന്നല്ല, നമ്മൾ പ്രകൃതി രമണീയമായ അതുപോലെ ടൂറിസ്റ്റ് പ്ലേസിൽ എവിടെ പോയാലും ഭംഗിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റുകളൊന്നും ഇടാൻ പാടില്ല. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. കടലിൻ്റെ ചൂട് കാറ്റായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, ഒരു തണുപ്പ് കാറ്റായിട്ടേ വരുന്നുള്ളൂ. അപ്പം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് സത്യമാണ്. അത് വെട്ടിക്കളയാതിരിക്കുക. അതിന് ഉത്തമ ഉദാഹരണം ഒരുപാട് നമുക്ക് പനിപ്പുണ്ട്. അയ്യോ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുളപ്പള്ളി ബീച്ച്. അപ്പോൾ ശരി.